ഇതാ തൃപ്പൂണിത്തുറ അമ്പലത്തിൽ വന്നേക്കാണ്, ഉത്സവമാണ് അവിടെ. അപ്പോൾ അവിടെ വന്നപ്പോഴത്തേക്ക് കഥകളിയൊന്നും കഴിഞ്ഞിട്ടുണ്ടായില്ല കേട്ടോ. അപ്പോൾ ഞങ്ങളൊന്ന് കുറച്ച് ഭാഗം കയറി കണ്ട്, നല്ല ക്യൂ ആയിരുന്നു. ആനേനെയൊക്കെ ഇതാ കൊണ്ടുവന്ന് നിർത്തിയിട്ടാണ് കേട്ടോ. ഇനി 10 മണിയൊക്കെ ആവും എഴുന്നള്ളിപ്പൊക്കെ തുടങ്ങുമ്പോൾ. അപ്പോൾ ഞങ്ങൾ പെട്ടെന്ന് തൊഴുതിട്ട് വീട്ടിലോട്ട് വന്നിട്ട് ഇതൊക്കെ വന്നു കഴിഞ്ഞിട്ട് ചായയുടെ പരിപാടിയൊക്കെ നോക്കണമായിരുന്നു. ആദ്യം തന്നെ ഇതാ ചായ ഉണ്ടാക്കി ഒരു ഗ്ലാസ് കുടിച്ച് കഴിഞ്ഞിട്ട് വേണം ബ്രേക്ക്ഫാസ്റ്റിൻ്റെ പരിപാടി നോക്കാൻ. പിന്നെ കിഴങ്ങ് കറിയും പൂരിയാണ് കേട്ടോ. അപ്പോൾ അതിൽ പൂരിക്കുള്ള മാവൊക്കെ നനച്ചൊക്കെ വെച്ച് അതൊക്കെ നനച്ച് വെച്ചിട്ട് വേണം ഇനി അടുത്ത ഡ്യൂട്ടികളൊക്കെ നോക്കാൻ. അപ്പോൾ ഇന്ന് സൺഡേ ആയതുകൊണ്ട് നല്ല ജോലിയുണ്ടെന്ന്. ഇന്നത്തെ ദിവസമാണ് കൂടുതൽ ജോലിയുള്ളത് കേട്ടോ. സാധാ എല്ലാ ദിവസവും ഇത്ര ജോലിയില്ല. അപ്പോൾ അതാ പൊടിയൊക്കെ നനച്ച് വെച്ചിട്ട് ഇനിയിപ്പോൾ പിള്ളേർ എഴുന്നേറ്റ് വരുമ്പോൾ ഉണ്ടാക്കിക്കോളും അവർ. അപ്പോൾ രണ്ടുപേരും എഴുന്നേറ്റ് വന്ന് പൂരിയൊക്കെ പരത്തി വെക്കാൻ തുടങ്ങി. ഒരാൾ കറി ഉണ്ടാക്കി. അപ്പോൾ അവർ രണ്ടുപേരും കൂടെ ചെയ്തൊക്കെ കഴിഞ്ഞപ്പോൾ ചായയൊക്കെ റെഡിയായിട്ടാണ്. അപ്പോൾ ഞങ്ങളതൊക്കെ കഴിക്കാൻ ഇച്ചിക്കൂട്ടി ഇന്നേ രാത്രി എല്ലാവരും കൂടെ അവർ അമ്പലത്തിൽ പോകണം. അതിൻ്റെ ടോയ്സൊക്കെ എന്നെ വിളിച്ച് കാണിക്കുകയാണ്. അപ്പോൾ കാപ്പിയുടെയൊക്കെ കഴിഞ്ഞിട്ട് അരിയൊക്കെ അടപ്പത്തിട്ട് അതൊക്കെ ഇറക്കി വെച്ച്. ഇപ്പോൾ ഞങ്ങൾ റൈസ് കുക്കറിലാണ് ഇറക്കിയൊക്കെ വെക്കുന്നത്. അതൊക്കെ ഇറക്കിയൊക്കെ വെച്ച് ഇനി കറിയുടെ പരിപാടിയൊക്കെ നോക്കണം. അപ്പോൾ ചിക്കനൊക്കെ കുറച്ച് ഇരിപ്പുണ്ട് കേട്ടോ. അപ്പോൾ അതിൻ്റെ കഞ്ചിയൊക്കെ വീട്ടിലോട്ട് പോയി രാവിലെ. ഇപ്പോൾ ഭയങ്കര ചിരിച്ച് സന്തോഷിച്ച് പോയി കേട്ടോ. അപ്പോൾ എല്ലാ ദിവസവും പോണ പോലെ അല്ല, ഇന്ന് ഭയങ്കര സന്തോഷത്തിലാണ്. ബാഗൊക്കെ തൂക്കി പോയി കേട്ടോ. രാത്രിയിൽ വരും അവർ. ഇപ്പോൾ സൺഡേ ആയിട്ട് രാവിലെ പോയിട്ട് രാത്രിയാകുമ്പോൾ വരും, നാളെ ജോലിക്ക് പോകണമല്ലോ. അപ്പോൾ അങ്ങനെ ഇതാ ഞങ്ങളുടെ കറികളൊക്കെ റെഡി ആയിക്കൊണ്ടിരിക്കുകയുണ്ട്. അവൻ ചെമ്മീനുണ്ട്, അതൊക്കെ ഇനി നന്നാക്കി എടുക്കണം. അതിനൊക്കെ കുറച്ച് ചിക്കനുണ്ട്, ചാള വറുത്തത്, അങ്ങനെ എല്ലാം റെഡിയായി. ഉച്ചയായപ്പോഴത്തേക്കും 1 മണിയൊക്കെ ഇപ്പോൾ എല്ലാം റെഡിയായിട്ട്. അപ്പോൾ എല്ലാം മേശപ്പുറത്ത് നിരത്തിയേക്കാണ്. അപ്പോൾ ഭക്ഷണമൊക്കെ കഴിച്ച് കഴിഞ്ഞിട്ട് ഞങ്ങൾ നാളത്തേക്കുള്ള അരിയൊക്കെ വെള്ളത്തിയിടണം. നാളെ തിങ്കളാഴ്ചയല്ല. അപ്പോൾ ഇതൊക്കെയാണ് ഞങ്ങൾ ഉച്ചക്ക്